അതിരൂപതയ്ക്കായി മാർപ്പാപ്പയോട് മാപ്പ് യാചിച്ച് വിശ്വാസികൾ ബസലിക്ക പള്ളിയിൽ പാപപരിഹാര പ്രാർത്ഥന കൂട്ടായ്മ നടത്തി. കൊച്ചി. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വിശ്വാസികൾ മാപ്പ് യാചിച്ച് സെൻറ്റ് മേരീസ് ബസലിക്ക കത്തീഡ്രൽ പള്ളിക്ക് മുൻപിൽ ഉപവാസ അനുസ്മരണ പാപപരിഹാര പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരുക്കിയത്. നിത്യതയിലേക്ക് പ്രവേശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച കൽപ്പനകളും നേരത്തെ ബസലിക്ക പള്ളിയിൽ പ്രവേശിച്ച വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിലിനെ ആക്രമിച്ചതും വത്തിക്കാനിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങളെ സമൂഹമധ്യത്തിൽ വളച്ചൊടിച്ചതിനും അതിരൂപതയിലെ ചില വൈദികരും അൽമായരും നിർബാധം തുടരുന്ന അനുസരണക്കേടും സഭാവിരുദ്ധ നിലപാടും എടുക്കുന്നവർ കാണിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് മാപ്പാക്കണം പരിശുദ്ധ പിതാവേ എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കായി വിശ്വാസികൾ ബസലിക്കയുടെ മുൻപിൽ പിതാവേ മാപ്പ് പ്രാർത്ഥന അപേക്ഷയുമായി ഉപവസിച്ച് മുട്ടുകുത്തി കൈകൾ വിരിച്ച് ഉപവാസ യാചന പ്രാർത്ഥനാ യജ്ഞം നടത്തിയത്. അതിരൂപതയിലെ 16 ഫൊറോനകളിൽപ്പെട്ട കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ഉന്നതാധികാര സമിതി കോർ കമ്മിറ്റി അംഗങ്ങളാണ് അനുസ്മരണ പാപപരിഹാര പ്രാർത്ഥനാ യജ്ഞത്തിൽ സംബന്ധിച്ച് പിതാവിൻ്റെ ഛായാചിത്രത്തിന് മുൻപിൽ പൂവിതറൽ, തിരികത്തിക്കൽ, അനുസ്മരണ പ്രഭാഷണം, പ്രാർത്ഥനകൾ എന്നിവ നടത്തിയത്. കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം.ബി. ജോർജ്, ഭാരവാഹികളായ ഷിജു സെബാസ്റ്റ്യൻ, ബൈജു ഫ്രാൻസിസ്, ഷൈബി പാപ്പച്ചൻ, എം.ജെ. ജോസഫ്, മാർട്ടിൻ ജോസ്, എൻ.എ. സെബാസ്റ്റ്യൻ, ഷൈജൻ തോമസ്, ഡേവിസ് ചൂരമന, എൻ.ബി. ആൻ്റണി, കെ.ഡി. വർഗീസ്, ആൻ്റണി മേയ്ക്കാൻതുരത്തിൽ എന്നിവർ നേതൃത്വം നൽകി. അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞ മാത്രയിൽ സാധാരണഗതിയിൽ ഒരു പള്ളിയിൽ ആ പള്ളിയിൽ ഒരു ആൾ മരണപ്പെട്ടാൽ അവിടെ മണി മുഴങ്ങും, ആചാരമണി മുഴങ്ങും. ലോകത്തിന്റെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള 1-ാം നമ്പർ താരമായിട്ടുള്ള പരിശുദ്ധ പിതാവിന്റെ വിയോഗമറിഞ്ഞിട്ട് നമ്മുടെ പല പള്ളികളിലും ആചാരമണി മുടക്കുകയോ ആ മഹാപുരുഷന് വേണ്ടത്ര പ്രാധാന്യത്തോടുള്ള ആദരവ് കൊടുക്കുകയോ ചെയ്യാതെ ഇരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആത്മീയ മേഖല കൈകാര്യം ചെയ്യുന്ന എന്ന് പറയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന തോന്നിയവാസങ്ങളാണ്. പ്രിയ വിശ്വാസികളെ, നമുക്ക് മനസ്സുകളിൽ നിന്നും മായാതെ മാർപ്പാപ്പയുടെ ഓർമ്മകൾ നമ്മളിൽ നിൽക്കുകയാണ്. ഇത്രയും ജനകീയനായ ഒരു മാർപ്പാപ്പയെ, നിലവാരം പുലർത്തിയിരുന്ന ഒരു മാർപ്പാപ്പയെ നമുക്ക് നിരവധിയായിട്ടുള്ള മാർപ്പാപ്പമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്ത് കാണാനും അറിയുവാനും ശ്രമിച്ച ഒരു മാർപ്പാപ്പയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സഭയെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അതുകൊണ്ട് അവിടെ മരിച്ചു കിടക്കുന്നത്, വത്തിക്കാനിൽ മരിച്ചു കിടക്കുന്നത് ഈ ശരിയായ സത്യവിശ്വാസികളുടെ, സത്യക്രിസ്ത്യാനികളുടെ, ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഓർമ്മയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വൈദികൻ, തൃപ്പൂണിത്തുറ പള്ളിയിൽ ഒരു വൈദികൻ പറഞ്ഞു, അതായത് സ്വന്തം വീട്ടിലൊരു പിതാവ് മരിച്ചു കിടന്നപ്പോ വീട്ടിൽ ടൂർ പോകാൻ വേണ്ടി കോഴിയിറച്ചിയും മീനും മറ്റു കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അവിടെ മരിച്ചു, ചത്തു എന്നാണ് ആ വൈദികൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്. ചത്തു, ടൂർ പോകാൻ വേണ്ടി തയ്യാറായി. ആ വൈദികൻ തോന്നിവാസിയെ പോലെ പെരുമാറി. അവരോടൊപ്പം തന്നെ അവരെ തിരുത്താൻ കഴിയേണ്ട സന്യസ്തരായിട്ടുള്ള സഹോദരിമാരും ഉണ്ടായിരുന്നു. അവർ പറയണം, അച്ഛാ അത് നമുക്ക് ഇത് ശരിയല്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കാതെ ഏതാണ്ട് സിനിമാ നടിമാര് ടൂർ പോകുന്ന മാതിരി അതിൻ്റെ കൂടെ ഇരുന്ന് ആസ്വദിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ആഗോള കത്തോലിക്ക സഭയുടെ തലവനും
ലോകത്തിന്റെ ആരാധ്യ പുരുഷനുമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ സമസ്ത മേഖലയിലും സാധാരണക്കാരുടെയും കർഷകരുടെയും പാവപ്പെട്ട രോഗികളുടെയും യുദ്ധത്താൽ കെടുതികൾ അനുഭവിക്കുന്നവരുടെയും അതുപോലെ തന്നെ പലായനം ചെയ്യപ്പെട്ട ആളുകളുടെയും ഒക്കെ വിഷയത്തിൽ നിരവധിയായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ട ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു പിതാവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. സിറോ മലബാർ സഭയുടെ ഒരു എല്ലാവിധ അനുശോചനവും ബന്ധപ്പെട്ട അധികാരികൾ അത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഈ സഭയുടെ സിറോ മലബാർ സഭയുടെ 35 രൂപതയിലെ ഒരു രൂപതയായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപത നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗത്തിൽ വേണ്ടത്ര അവധാനതയോടെ ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നുവോ എന്ന സംശയിച്ചു പോവുകയാണ്. കാരണം ആചാരമണികൾ മുഴക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഈ രൂപതയിലെ ഏതാനും ചില വൈദികർക്കും വിവേകരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുർബാന വിഷയ തർക്ക വിഷയം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്ത് അതിൽ തന്നെ ഉറച്ചു നിന്ന ഒരു പിതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ പിതാവിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് നിലവാരം പുലർത്തി അതിൽ ഉറച്ചു നിന്ന പിതാവിന്റെ ആ നിലപാടുകളെ ശക്തമായി പിന്തുടരുവാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സിറോ മലബാർ സഭ സിനഡിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിനോട് നമ്മൾ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഈ രൂപതയ്ക്ക് വേണ്ടി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ഈ ദിനത്തിൽ തന്നെ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അനുസ്മരണ പ്രാർത്ഥന നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് സഭ നേരിട്ട് നടത്തുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ സ്നേഹിക്കുന്ന മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന സിനഡിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും ദുഃഖിതരാണ്. മാർപ്പാപ്പയുടെ ചടങ്ങുകൾ ഇപ്പൊ അവിടെ നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും വിങ്ങിപ്പൊട്ടുകയാണ്. ഞങ്ങൾ ചങ്കിൽ മാർപ്പാപ്പ എന്നുള്ള കൺസെപ്റ്റിലാണ്, ജനമനസ്സുകളിൽ മാർപ്പാപ്പ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രൂപതയ്ക്ക് പറ്റിയ മുഴുവൻ തെറ്റുകൾക്കും അനുസരണക്കേടിനും അല്ലെങ്കിൽ പരിശുദ്ധ പിതാവേ അങ്ങയുടെ വാക്കുകളെ ഞങ്ങളുടെ ആളുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയാതെ വളച്ചൊടിച്ചതിന്റെ പേരിലുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്. ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങളോട് പിറക്കണമെന്ന് ഞങ്ങള് മാപ്പപേക്ഷിക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ ഈ ഇത്രയും ആത്മാർത്ഥതയുള്ള ജനകീയനായ ആധ്യാത്മികതയുടെ നിറകുടമായിട്ടുള്ള പരിശുദ്ധ പിതാവ് നിത്യതയിലേക്ക് പോയി, കർത്താവിലേക്ക് പോയി, അതുപോലെ തന്നെ നമ്മുടെ സർവശക്തന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നഷ്ടം നമുക്ക് നികത്താനാവാത്തൊരു നഷ്ടമാണ്. വീണ്ടും നല്ലൊരു പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു വരും, ഒരു വെളുത്ത പക വരും, സഭയെ സംരക്ഷിക്കും. ആ 140 കോടി വരുന്ന വിശ്വാസി സമൂഹത്തിനെ കാത്തുരക്ഷിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്.